അങ്ങനെ ഇന്ന് നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ ഇന്ന ടൈമിൽ എത്തും, അപ്പോൾ ലേഖ അവിടെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കോള് കട്ടായത്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞാൻ ഷോപ്പിൽ ചെന്ന് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ പുള്ളിക്കാരി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആള്. ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ആയെന്ന് വെച്ചാൽ ഒരു 5-6 വർഷം മുന്നേ എനിക്കൊരു ഓർഡർ തന്നു. പിന്നെ സ്ഥിരം കണ്ടിന്യൂസ് എൻ്റെ നിന്ന് തന്നെ കേട്ടോ കേക്ക് മേടിക്കുന്നത്. തീം കേക്ക്സ് ആണ് മിക്കവാറും, എവിടെ നിന്നൊക്കെയാണോ എന്നറിയാൻ വയ്യ, ഭയങ്കര അടിപൊളി തീംസ് ആണ് കേട്ടോ മിക്കവാറും ഒക്കെ എനിക്ക് തരുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ചെയ്യാത്ത തീംസ് ആയിരിക്കും പുള്ളിക്കാരി എവിടെന്നെങ്കിലും തപ്പിയെടുത്തിട്ട് കൊണ്ടുതരും കേട്ടോ. പക്ഷെ എങ്ങനെയാണെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാൻ എപ്പോഴും പറയുന്ന ഒരു കസ്റ്റമറാണ് കേട്ടോ. കസ്റ്റമർ എന്ന് പറഞ്ഞുകൂടെ എൻ്റെ ഒരു അത്ര അടുത്ത ഒരു ഫ്രണ്ടും കൂടെ ആണ്. അപ്പോൾ ഹോൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അങ്ങനെ ആ ഒരു കടയിൽ ഭയങ്കര ഒരു ബഹളം, ഒരു യോയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കും ഇതിനേക്കാൾ വൈബുള്ള കസ്റ്റമേഴ്സ് ഒന്നും നല്ല രസമായിരിക്കും, ഷോപ്പ് അടിച്ച് പൊളിച്ചിട്ടായിരിക്കും മിക്കവാറും പോകുന്നത്. അങ്ങനെ കുറേ ഒക്കെ പർച്ചേസൊക്കെ നടത്തി. ഡ്രീം കേക്കും ഒക്കെ അവർ ഡൈനിങ് ഏജ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറേ നേരം കത്തി വെച്ച് കേട്ടോ. പുള്ളിക്കാരി അബ്രോഡാണ്. അങ്ങനെ നാട്ടിലെത്തിയപ്പോൾ നേരെ ഇങ്ങനെ പോയിരുന്നു കേട്ടോ. ഇതെൻ്റെ കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇന്ന ആൾ ഞാനാണ് കമൻറ്റ് ഇടുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ എല്ലാവരും ഒക്കെ പോവുകയാണ്. അപ്പോൾ നല്ലൊരു ഒരു ദിവസം തന്നതിന് ഒരുപാട് താങ്ക്സ് പാർവതി. അപ്പം വീണ്ടും വരിക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.